ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ വെള്ളപൂശാൻ കളത്തിലിറങ്ങിയിരിക്കുകയാണ് പുതിയ PR ടീം. നിലവിൽ ബംഗളൂരു ആസ്ഥാനമായ PR ഏജൻസി വരുത്തിയ പിഴവുകൾ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചെന്ന വിലയിരുത്തലിലാണ് കോഴിക്കോട്ടെ പുതിയ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. കർക്കിടകം ആരംഭിക്കുന്നതിന് മുൻപേ രാമായണ മാസത്തിന്റെ ആശംസ, മോഹൻലാലിന് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചപ്പോൾ മോദിക്ക് നന്ദി പറഞ്ഞുള്ള പോസ്റ്റർ, കേരള രാഷ്ട്രീയം അറിയില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപത്തിന് മറുപടിയായി ഇറക്കിയ ലൂസിഫറിലെ മാസ് ഡയലോഗ് എന്നിങ്ങനെ രാജീവ് ചന്ദ്രശേഖറിനെ ബിസിനസ്സുകാരനിൽ നിന്ന് മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനാക്കാൻ ബംഗളൂരു ആസ്ഥാനമായ PR ഏജൻസി നടത്തിയ പല ശ്രമങ്ങളും ട്രോളുകളായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ കോമഡി പീസായി മാറിയെന്ന് തന്നെ പറയാം. ഇതോടെയാണ് മലയാളം കൈകാര്യം ചെയ്യുന്ന കോഴിക്കോട്ടെ PR ഏജൻസിയെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. കേരള പശ്ചാത്തലത്തിൽ റീബ്രാൻഡ് ചെയ്ത രാജീവ് ചന്ദ്രശേഖർ, അതാണ് പുതിയ കമ്പനിയുടെ ചുമതല. കൊല്ലത്ത് നടന്ന ജില്ലാ പ്രസിഡന്റുമാരെയും പ്രഭാരിമാരുടെയും യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് പുതിയ ടീമിനെ പരിചയപ്പെടുത്തിയത്. ബി.ജെ.പിക്ക് ഔദ്യോഗിക മീഡിയ സെല്ലുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന PR കമ്പനിയുണ്ട്. ഇതൊന്നും പോരാഞ്ഞാണ് സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ മാത്രമായി പുതിയ PR ടീമിനെ നിയോഗിച്ചിരിക്കുന്നത്. അതേസമയം സംസ്ഥാന സെല്ലുകളുടെ ചുമതലക്കാരുടെ ഗ്രൂപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുകയാണ്. പാർട്ടിയെ സംബന്ധിച്ച് ഒരു കാര്യത്തിലും കൃത്യതയില്ലാത്ത നേതൃത്വമാണ് ഇപ്പോഴുള്ളതെന്നാണ് അംഗങ്ങൾ വാട്സാപ്പിലൂടെ തുറന്നടിച്ചത്. മോർച്ചകളെയും സെല്ലുകളെയും ഏകോപിപ്പിച്ചു പോകുന്നതിൽ രാജീവ് പരാജയപ്പെട്ടെന്നും ഒരു തവണ പോലും അധ്യക്ഷൻ സെല്ലുകളുടെ കാര്യത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അന്വേഷിച്ചിട്ടില്ലെന്നും ഇങ്ങനെ പോയാൽ 5 പൈസയുടെ ഗുണമില്ലാതെ നിങ്ങൾ താഴേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകുമെന്നതടക്കമുള്ള രൂക്ഷ വിമർശനമാണ് സംസ്ഥാന അധ്യക്ഷന് നേരെ അംഗങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. ബി.ജെ.പിയുടെ 20 സെല്ലുകളുടെ സംസ്ഥാന കൺവീനർമാരും കൺവീനർമാരും അടങ്ങിയ ഗ്രൂപ്പിലാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായി 6 മാസം പിന്നിടുമ്പോഴാണ് ട്രേഡേഴ്സ് സെൽ, പരിസ്ഥിതി സെൽ, കൾച്ചറൽ സെൽ എന്നിവയുമായി ഭാരവാഹികൾ വിമർശനവുമായി രംഗത്തെത്തിയത്. വിമർശനം ഉയർന്നതോടെ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലിയാക്കിയിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രവർത്തനങ്ങളിൽ ബി.ജെ.പിയുടെ ഒരു വിഭാഗം നേരത്തെ തന്നെ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. അടിസ്ഥാന ജനവിഭാഗങ്ങളെ കൂടെ നിർത്താനാകുന്നില്ലെന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോഴുള്ളത്. ജനസ്വാധീനമില്ലാത്ത നേതാക്കൾക്ക് വേണ്ടിയാണ് രാജീവിന്റെ പ്രവർത്തനമെന്നും വിലയിരുത്തലുണ്ട്. ജനസ്വാധീനമില്ലാത്ത നേതാക്കൾക്ക് വേണ്ടിയാണ് രാജീവ് പ്രവർത്തിക്കുന്നതെന്നാണ് പരക്കെ പറയുന്നത്. MD രമേശ്, ശോഭ സുരേന്ദ്രൻ എന്നീ മുതിർന്ന നേതാക്കളെ തഴയുന്നുവെന്ന വിമർശനവും ഉയർന്നു. S സുരേഷ്, അനൂപ് ആന്റണി എന്നിവരെ രാജീവ് ചന്ദ്രശേഖർ അമിതമായി പ്രമോട്ട് ചെയ്യുകയാണെന്നും പ്രധാന ചുമതലകൾ ഇവർക്ക് മാത്രമാണ് നൽകുന്നതെന്നും NSS, SNDP സംഘടനകളെ ചേർത്ത് പിടിക്കാൻ രാജീവിനാകുന്നില്ല എന്നുമാണ് പ്രധാനമായും ഉയർന്ന വിമർശനങ്ങൾ.